ഗുഡ് മോർണിംഗ്. ഇലക്ട്രോണിക് ഡിവൈസസ് എന്ന സബ്ജക്റ്റിൽ സെമി കണ്ടക്ടർ എന്ന ടോപ്പിക്കാണ് നമുക്ക് ഈ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളത്. ലാസ്റ്റ് ക്ലാസ്സിൽ ബാൻഡ് തിയറി എന്താണെന്ന് നമ്മൾ പഠിച്ചു. ബാൻഡ് തിയറി ബേസ് ചെയ്തിട്ട് വാലൻസ് ബാൻഡ്, കണ്ടക്ഷൻ ബാൻഡ്, ഫോർബിഡൻ എനർജി ബാൻഡ് ഗ്യാപ്പ് പഠിച്ചു. ഇനി ഫോർബിഡൻ എനർജി ബാൻഡ് ഗ്യാപ്പ് കൺസിഡർ ചെയ്ത് നമ്മൾ സോളിഡിനെ എങ്ങനെയൊക്കെ ക്ലാസിഫിക്കേഷൻസ് നടത്താം, ഇൻസുലേറ്റേഴ്സ്, സെമി കണ്ടക്ടേഴ്സ്, കണ്ടക്ടേഴ്സ് എന്നൊക്കെ നമ്മൾ പഠിച്ചു. കണ്ടക്ടേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഫോർബിഡൻ എനർജി ഗ്യാപ്പ് എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ് ടു 0 ആണ്. സെമി കണ്ടക്ടർ ആവുന്ന കേസിൽ അപ്രോക്സിമേറ്റ് ടു 1 ഇലക്ട്രോൺ വോൾട്ട്, ഇൻസുലേറ്റർ ആവുന്ന കേസിൽ 15 ഇലക്ട്രോൺ വോൾട്ട് എന്ന് വെച്ചാൽ വെരി ലാർജ് ബാൻഡ് ഗ്യാപ്പ് എന്ന്. സെമി കണ്ടക്ടർ ആകുമ്പം സ്മോൾ എനർജി ബാൻഡ് ഗ്യാപ്പ് എന്ന് പറഞ്ഞു. ഇനി അതിൽ സെമി കണ്ടക്ടറാണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാനുള്ളത്. സെമി കണ്ടക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, കണ്ടക്ടിവിറ്റി എന്ന് പറയുമ്പം ഏതിനൊക്കെ ഇടയ്ക്കാണ് കിടക്കുന്നത്? കണ്ടക്ടറിൻ്റെയും ഇൻസുലേറ്ററിൻ്റെയും നടുക്കാണ് അതിൻ്റെ കണ്ടക്ടിവിറ്റി കിടക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞിരുന്നു. കണ്ടക്ടേഴ്സും സെമി കണ്ടക്ടേഴ്സും ഇൻസുലേറ്റേഴ്സും ഒക്കെ പഠിച്ച സമയത്ത് കണ്ടക്ടേഴ്സ് എന്ന് പറയുമ്പം അവിടെ ഫോർബിഡൻ എനർജി ബാൻഡ് ഗ്യാപ്പ് എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ ഫോർബിഡൻ എനർജി ബാൻഡ് ഗ്യാപ്പ് 0 ആവുന്ന കേസിൽ എന്താ ഉണ്ടാവുക? ഇലക്ട്രോൺസ് ഫ്രീ ആയിട്ട് വാലൻസ് ബാൻഡിൽ നിന്ന് കണ്ടക്ഷൻ ബാൻഡിലേക്ക് മൂവ് ചെയ്യുക. ആ ഒരു കേസിൽ എന്ത് ചെയ്യും? ലാർജ് എമൗണ്ട് ഓഫ് കറണ്ട് ഫ്ലോ നടക്കും. എന്ന് വെച്ചാൽ അവിടെ കണ്ടക്ടിവിറ്റി വെരി ലാർജ് ആണ്. ഏത് കേസിൽ? കണ്ടക്ടേഴ്സിൻ്റെ കേസിൽ. ഇപ്പം കണ്ടക്ടർ എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ അവിടെ വെരി ലാർജ് കണ്ടക്ടിവിറ്റിയാണ് വരുന്നത്. ഇനി ഇൻസുലേറ്ററിൻ്റെ കേസിലോ? ഇൻസുലേറ്ററിൻ്റെ കേസിൽ എന്ന് പറയുമ്പോൾ ഫോർബിഡൻ എനർജി ബാൻഡ് ഗ്യാപ്പ് വെരി ലാർജ് ആണ്. അപ്പോൾ വെരി ലാർജ് ഫോർബിഡൻ എനർജി ബാൻഡ് ഗ്യാപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാലൻസ് ബാൻഡിൽ ഇലക്ട്രോൺസിന് കണ്ടക്ഷൻ ബാൻഡിലേക്ക് മൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അത്ര പെട്ടെന്ന് നടക്കില്ല. ഒരു ലാർജ് എനർജി കിട്ടിയാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? അത് വാലൻസ് ബാൻഡിൽ നിന്ന് കണ്ടക്ഷൻ ബാൻഡിലേക്ക് മൂവ് ചെയ്യുള്ളൂ. അപ്പോൾ അവിടെ കണ്ടക്ടിവിറ്റി എന്താണ്? വളരെ കുറവാണ്. കാരണം ഇലക്ട്രോണിൻ്റെ മൂവ്മെൻറ്റ് അവിടെ കാര്യമായിട്ട് നടക്കുന്നില്ല. അപ്പോൾ അവിടുത്തെ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് വെരി പുവറാണ്. ഇത് രണ്ടിൻ്റെയും നടുക്കാണ് ആരുടെ കണ്ടക്ടിവിറ്റി കിടക്കുന്നത്? സെമി കണ്ടക്ടറാണ്. കാരണം എന്താണ്? അതിൻ്റെ ഫോർബിഡൻ എനർജി ബാൻഡ് ഗ്യാപ്പ് എന്ന് പറയുമ്പോൾ ലൈസ് ബിറ്റ്വീൻ ഇൻസുലേറ്റേഴ്സ് ആൻഡ് കണ്ടക്ടേഴ്സ്. ഇനി സെമി കണ്ടക്ടറിൻ്റെ കണ്ടക്ടിവിറ്റി എന്ന് പറയുമ്പം 10⁻³ ടു 10⁻⁻8 Siem/cm ആണ് കണ്ടക്ടിവിറ്റിൻ്റെ റേഞ്ച് വരുന്നത്. നമുക്കറിയാവുന്ന കാര്യമാണ്, സെമി കണ്ടക്ടറിൻ്റെ ഫോർബിഡൻ എനർജി ബാൻഡ് ഗ്യാപ്പ് എന്ന് പറയുമ്പം 1 ഇലക്ട്രോൺ വോൾട്ടാണ് ബിറ്റ്വീൻ കണ്ടക്ഷൻ ബാൻഡ് ആൻഡ് വാലൻസ് ബാൻഡ്. ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചു പോയിട്ടുള്ളതാണ്, സെമി കണ്ടക്ടർ എന്താണെന്നുള്ളതൊക്കെ. ഇതും നമ്മൾ പറഞ്ഞു പോയിട്ടുള്ള കാര്യമാണ്. 0 ടെമ്പറേച്ചർ അല്ലെങ്കിൽ ആബ്സലൂട്ട് 0 ടെമ്പറേച്ചർ 0 കെൽവിൻ ആവുന്ന കേസിൽ സെമി കണ്ടക്ടർ എന്തായിട്ട് ആക്ട് ചെയ്യും? ഒരു പെർഫെക്റ്റ് ഇൻസുലേറ്റർ ആയിട്ട് ആക്ട് ചെയ്യും. കാരണം എന്താണ്? കണ്ടക്ഷൻ ബാൻഡിൽ ഇലക്ട്രോൺസ് ഉണ്ടാവില്ല, വാലൻസ് ബാൻഡിലാണ് ഫുൾ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ടാവുക. ആ കേസിൽ എന്താണ്? അവിടെ കണ്ടക്ഷൻസ് നെഗ്ലിജിബിളാണ്. ആ കേസിൽ നമുക്ക് എന്ത് പറയാം? ഒരു സെമി കണ്ടക്ടർ പെർഫെക്റ്റ് ഇൻസുലേറ്റർ ആയിട്ട് ആക്ട് ചെയ്യും. റൂം ടെമ്പറേച്ചർ എന്ന് പറയുമ്പം ആബ്സലൂട്ട് 0 ടെമ്പറേച്ചറിനേക്കാളും ടെമ്പറേച്ചർ കൂടി റൂം ടെമ്പറേച്ചർ എത്തുമ്പോഴേക്കും എന്ത് ചെയ്യും? വാലൻസ് ബാൻഡിലുള്ള ഇലക്ട്രോൺസ് എങ്ങോട്ടേക്ക് മൂവ് ചെയ്യും? കണ്ടക്ഷനിലെ ബാൻഡിലേക്ക് മൂവ് ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യും? പാർഷ്യലി ഫിൽഡ് കണ്ടക്ഷൻ ബാൻഡ് ആൻഡ് പാർഷ്യലി ഫിൽഡ് വാലൻസ് ബാൻഡ് ആയിരിക്കും. ആ കേസിൽ എന്താ ഉണ്ടാവുന്നത്? കണ്ടക്ടിവിറ്റി അവിടെ കൂടി, ഇൻസുലേറ്ററിൻ്റെ പ്രോപ്പർട്ടി അവിടെ നഷ്ടപ്പെട്ടു. എന്നിട്ട് എന്ത് ചെയ്യും? അതോടെ കണ്ടക്ടിവിറ്റി കൂടുകയാണ് ചെയ്യുന്നത്. അപ്പം 0 കെൽവിൻ അല്ലെങ്കിൽ ആബ്സലൂട്ട് ടെമ്പറേച്ചർ ആവുന്ന കേസിൽ സെമി കണ്ടക്ടർ ഒരു ഇൻസുലേറ്റർ ആയിട്ട് ആക്ട് ചെയ്യും. ടെമ്പറേച്ചർ കൂടുന്തോറും എന്ത് ചെയ്യും? അതിൻ്റെ കണ്ടക്ടിവിറ്റി കൂടിക്കൊണ്ടിരിക്കും സെമി കണ്ടക്ടറിൻ്റെ കേസിൽ. ഇതും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു പോയിട്ടുള്ളതാണ്. ഇനി നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെമി കണ്ടക്ടേഴ്സ് പഠിക്കാനുണ്ട്. ടൈപ്സ് ഓഫ് സെമി കണ്ടക്ടേഴ്സ് എന്ന് പറയുമ്പോൾ 2 മെയിൻ ക്ലാസിഫിക്കേഷനാണ് വരുന്നത്. ഇൻട്രിൻസിക് സെമി കണ്ടക്ടറും എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടറും. നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്നത് ഇൻട്രിൻസിക് സെമി കണ്ടക്ടറാണ്. അപ്പം ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ എന്ന് പറയുമ്പം സെമി കണ്ടക്ടർ അതിൻ്റെ പ്യുവർ ഫോമിലിരിക്കുന്നതിനാണ് നമ്മൾ ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ എന്ന് പറയും. പ്യുവർ ഫോം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? അവിടെ ഇമ്പ്യൂരിറ്റീസ് ഒന്നും വരുന്നില്ല. ഇമ്പ്യൂരിറ്റീസ് ഒന്നും ഇല്ലാത്ത സെമി കണ്ടക്ടറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്?
പ്യുവർ ഫോം ഓഫ് സെമി കണ്ടക്ടർ എന്ന് പറയുന്നത്. അതിനെ വിളിക്കുന്ന പേരാണ് ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ. നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന സിലിക്കണും ജെർമേനിയും ഒക്കെയാണ് ഇൻട്രിൻസിക് സെമി കണ്ടക്ടറായിട്ട് യൂസ് ചെയ്യുന്നത്. നമുക്കറിയാം സിലിക്കണിന് 4 വാലൻസ് ഇലക്ട്രോൺസ് ആണുള്ളത്. ആ ആറ്റത്തെ സിലിക്കൺ ആറ്റത്തിന് ടെട്രാ വാലൻറ്റ് ആറ്റം എന്നൊക്കെ നമ്മൾ വിളിക്കുന്നുണ്ട്. ഇനി ഈ 4 വാലൻസ് ഇലക്ട്രോൺസ് എന്ന് പറയുമ്പം വാലൻസ് ബാൻഡിൽ എന്ത് ബോണ്ടാണ് അവിടെ ഫോം ചെയ്യുന്നത്? കോവാലൻറ്റ് ബോണ്ട് വെച്ചിട്ടാണ് ആറ്റംസ് ബോണ്ട് ഫോർമേഷൻ നടത്തുന്നത്. ഇതൊക്കെ നമ്മൾ കുഞ്ഞു ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ളതാണ്. അവിടെ നിന്ന് ബുക്കൊക്കെ ഒന്ന് നോക്കുക. അപ്പം ആറ്റംസ് ആർ ബോണ്ടഡ് ടുഗദർ ബൈ കോവാലൻറ്റ് ബോണ്ട്. അപ്പം നമ്മൾ സിലിക്കണിൽ 4 വാലൻസ് ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പം സിലിക്കൺ ആറ്റംസ് നമ്മൾ അറേഞ്ച് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഫോമിൽ അത് വന്നു കഴിഞ്ഞ് അതെന്താവും? ബോണ്ട് ഫോം ചെയ്യും. ആ ബോണ്ട് എന്ന് പറയുന്നത് കോവാലൻറ്റ് ബോണ്ടാണ് ഫോം ചെയ്യുന്നത്. നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബോണ്ട് പഠിച്ചിട്ടുണ്ടാവും. കോവാലൻറ്റ് ബോണ്ട്, അയോണിക് ബോണ്ട്, മെറ്റാലിക് ബോണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അതിൽ സെമി കണ്ടക്ടേഴ്സിൽ കോവാലൻറ്റ് ബോണ്ട് ഫോർമേഷനാണ് നടക്കുന്നത്. അപ്പോൾ ഇവിടെ സിലിക്കൺ ആറ്റംസ് ആണ് കാണിച്ചിട്ടുള്ളത്. സിലിക്കൺ ആറ്റംസ് മാത്രം പ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെന്ത് ചെയ്യും? എല്ലാ സിലിക്കൺ ആറ്റംസും 4 വാലൻസ് ഇലക്ട്രോൺസ് ആണുള്ളത്. അപ്പം ഈ വാലൻസ് ഇലക്ട്രോൺസ് കോവാലൻറ്റ് ബോണ്ട് ഫോം ചെയ്യും. കാരണം ഔട്ടർ മോസ്റ്റ് ഷെൽ 8ലേക്ക് എത്തിക്കണ്ടേ? 8ലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അവിടെ കോവാലൻറ്റ് ബോണ്ട് ഫോം ചെയ്താലല്ലേ 8ലേക്ക് എത്തുള്ളൂ. അപ്പം എല്ലാ സിലിക്കൺ ആറ്റംസിനും 4 വാലൻസ് ഇലക്ട്രോൺസേ ഉള്ളൂ. അപ്പോൾ എന്ത് ചെയ്യണം? അത് സ്റ്റേബിൾ ആവണം എന്നുണ്ടെങ്കിൽ 8ലേക്ക് കൊണ്ടുവരണം. 8ലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? അവിടെ കോവാലൻറ്റ് ബോണ്ട് ഫോം ചെയ്യുന്നത്. നമ്മൾ കുഞ്ഞു ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ള കാര്യമാണിത്. അപ്പം ഈ ഒരു സിലിക്കൺ ആറ്റം എടുക്കുക. ഈ സിലിക്കൺ ആറ്റം 4 വാലൻസ് ഇലക്ട്രോണിനെ നമ്മൾ ഈ ഡോട്ട് വെച്ചിട്ട് ഇവിടെ കാണിച്ചിട്ടുണ്ട്. കണ്ടോ? ബ്ലൂ ഡോട്ട് വെച്ച് കാണിച്ചിട്ടുള്ളതാണ് അതിൻ്റെ വാലൻസ് ഇലക്ട്രോൺസ്. 4 വാലൻസ് ഇലക്ട്രോൺസ്. അടുത്ത സിലിക്കൺ ആറ്റത്തിലും അതേപോലെ 4 വാലൻസ് ഇലക്ട്രോൺസ് ഉണ്ട്. അടുത്ത സിലിക്കൺ ആറ്റത്തിലും അതുപോലെ 4 വാലൻസ് ഇലക്ട്രോൺസ് ഉണ്ട്. അടുത്ത സിലിക്കൺ ആറ്റത്തിലും, അങ്ങനെ എല്ലാ സിലിക്കൺ ആറ്റംസും 4 വാലൻസ് ഇലക്ട്രോൺസ് ഉണ്ട്. ഔട്ടർമോസ്റ്റ് ഷെൽ നമുക്ക് 8 ആക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഈ സിലിക്കൺ ആറ്റംസ് തമ്മിൽ ബോണ്ട് ഷെയറിങ് നടക്കണം. അപ്പോൾ ആ ബോണ്ടാണ് കോവാലൻറ്റ് ബോണ്ട് എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെ കോവാലൻറ്റ് ബോണ്ട് വഴി എന്ത് ചെയ്യും? ബോണ്ട് ഫോർമേഷൻ നടക്കുന്നുണ്ട് ആറ്റംസ് തമ്മിൽ. ഇനി ഇങ്ങനെ കോവാലൻറ്റ് ബോണ്ട് ഫോർമേഷൻ നടന്നു കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഒരു റീസൺ, ഇപ്പോൾ സപ്പോസ് ഒരു എക്സ്റ്റേണൽ എനർജി ഇതിന് കിട്ടുകയാണെന്ന് കരുതാം. നമ്മളൊരു എക്സ്റ്റേണൽ എനർജി കൊടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എനർജി അതിലേക്ക് കയറുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? കോവാലൻറ്റ് ബോണ്ട് ബ്രേക്ക് ചെയ്യും. വാലൻസ് ഇലക്ട്രോൺസ് അല്ലേ? വാലൻസ് ഇലക്ട്രോൺസിലേക്ക് എനർജി കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? അത് കോവാലൻറ്റ് ബോണ്ട് ബ്രേക്ക് ചെയ്യും. അപ്പോൾ കോവാലൻറ്റ് ബോണ്ട് ബ്രേക്ക് ചെയ്ത്, ഇപ്പോൾ സപ്പോസ് ഇവിടെ സിലിക്കൺ ആറ്റംസ് കാണിച്ചിട്ടുണ്ട്. ഇവിടെ നോക്കിയാൽ നമുക്ക് ഈ സെൻറ്ററിലുള്ള സിലിക്കൺ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. ഈ സെൻറ്ററിലുള്ള സിലിക്കണിൽ ഒരു ഹോള് കാണിച്ചിട്ടുണ്ട്. ദെൻ ഡിസ്ലോക്ഡ് ഇലക്ട്രോൺ എന്ന് പറഞ്ഞൊന്ന് കാണിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു ഹോളും ഡിസ്ലോക്ഡ് ഇലക്ട്രോൺസും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എനർജി കിട്ടുന്ന സമയത്ത് ഈ ഹോളിൽ നിന്ന് എന്ത് ചെയ്യും? ആ സെൻറ്ററിലുള്ള സിലിക്കൺ ആറ്റത്തിലേക്ക് എനർജി കിട്ടുന്ന സമയം അവിടെ കോവാലൻറ്റ് ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് ഒരു ഇലക്ട്രോൺ അവിടെ ഫ്രീ ആവും. ഫ്രീ ഇലക്ട്രോൺ ആയിട്ട് മാറും. ഫ്രീ ഇലക്ട്രോൺ ആവുന്ന സമയത്ത് അവിടെ ഒരു ഗ്യാപ്പ് ഫോം ചെയ്യും. ആ ഗ്യാപ്പിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ഹോൾ എന്ന് പറയുന്നത്. ഇലക്ട്രോൺ ആകുമ്പം നെഗറ്റീവ് ചാർജ്, ഹോൾ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ചാർജ്. ഹോൾ എന്ന് പറയുമ്പം ഇലക്ട്രോൺ ലീവ് ചെയ്യുന്ന പൊസിഷനെയാണ് നമ്മൾ ഹോൾ എന്ന് പറയുന്നത്. ആ ഹോൾ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ചാർജ്. അപ്പോൾ എന്ത് ചെയ്യും? ഇവിടെ ഒരു ഇലക്ട്രോണും ഹോളും പെയർ അവിടെ ഫോം ചെയ്തു. ഒന്നും കൂടെ പറയാം. നമ്മുടെ ബേസിക് ഒരു സിലിക്കൺ ആറ്റംസ് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെ കോവാലൻറ്റ് ബോണ്ടൊക്കെ ഫോം ചെയ്ത് ഒരു പെർട്ടിക്കുലർ പിക്ചറാണ് നമ്മളീ കാണുന്നത്. അപ്പോൾ അവിടേക്ക് ഒരു എക്സ്റ്റേണൽ എനർജി കിട്ടുന്ന സമയം, ഇപ്പം അതിലൊരു സിലിക്കൺ ആറ്റത്തിന് എക്സ്റ്റേണൽ എനർജി കിട്ടുന്ന സമയത്ത് അതിൻ്റെ കോവാലൻറ്റ് ബോണ്ട് അങ്ങ് ബ്രേക്ക് ചെയ്യും. കോവാലൻറ്റ് ബോണ്ട് ബ്രേക്ക് ചെയ്താൽ എന്താ ഉണ്ടാവുന്നത്? ഇലക്ട്രോൺസ് ഫ്രീ ആവും. ഇലക്ട്രോൺസ് ഫ്രീ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പൊസിഷനിൽ ഒരു ഗ്യാപ്പ് അവിടെ ഉണ്ടായിരിക്കും. ആ ഗ്യാപ്പിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ഹോൾ എന്ന് പറയും. അതിൻ്റെ ചാർജ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ചാർജാണ്. അപ്പോൾ അവിടെ എന്തുണ്ടായി? ഒരു ഇലക്ട്രോൺ ഹോൾ അവിടെ ഫോം ചെയ്തു. ഇലക്ട്രോൺ ഹോൾ പെയർ അവിടെ ഫോം ചെയ്തു. ഇതാണ് ജനറേഷൻ ഓഫ് ഇലക്ട്രോൺസ് ആൻഡ് ഹോൾസ്. എങ്ങനെ ഇലക്ട്രോൺസ് ആൻഡ് ഹോൾസ് ഒരു സെമി കണ്ടക്ടർ, ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിൻ്റെ അകത്ത് ഫോം ചെയ്യുന്നത് എങ്ങനെയെന്നാണ് നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി ഒരു ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിൻ്റെ എനർജി ബാൻഡ് ഡയഗ്രാം എന്താണെന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ കണ്ടു ഒരു ഇലക്ട്രോൺ ഫോം ചെയ്യുന്ന അതേ സമയത്ത് തന്നെ ഒരു ഹോൾ ഫോർമേഷനും അവിടെ നടന്നിട്ടുണ്ട്. അപ്പോൾ ഇലക്ട്രോൺ ഹോൾ ഫോം രണ്ടും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആൻഡ് നമ്പർ ഓഫ് ഹോൾസ് എന്ന് പറഞ്ഞാൽ ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിൻ്റെ കേസിൽ
ഈക്വലാണ്. കാരണം ഒരു ഇലക്ട്രോൺ ഫോം ചെയ്ത സമയത്ത് അതേപോലെ ഒരു ഹോളും അവിടെ ഫോം ചെയ്തു. അവിടെ ഇലക്ട്രോൺ ഹോൾ പെയറിൻ്റെ നമ്പർ എന്ന് പറയുന്നത് ഈക്വലാണ്. അപ്പം ഒരു ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിൻ്റെ ഫെർമി ലെവൽ എന്ന് പറയുമ്പം അവിടെ ഇലക്ട്രോൺസ് കാണാനുണ്ടാവുന്ന എനർജി ലെവലിനെയാണ് നമ്മൾ ഫെർമി ലെവൽ എന്ന് പറയുന്നത്. അതെന്തായിരിക്കും? ഫെർമി ലെവൽ എന്ന് പറയുന്നത് വാലൻസ് ബാൻഡിൻ്റെയും കണ്ടക്ഷൻ ബാൻഡിൻ്റെ മിഡിലാണ് ഫെർമി ലെവൽ എന്ന് പറയുന്നത്. അപ്പോൾ ഫെർമി ലെവൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എനർജി സ്റ്റേറ്റ് ആണ്, ഇലക്ട്രോൺസ് ഓക്യുപ്പൈ ചെയ്യാവുന്ന എനർജി സ്റ്റേറ്റ്. അതിനാണ് നമ്മൾ ഫെർമി ലെവൽ എന്ന് പറയുന്നത്. ഫെർമി ലെവൽ എന്ന് പറയുമ്പോൾ വാലൻസ് ബാൻഡിൻ്റെയും കണ്ടക്ഷൻ ബാൻഡിൻ്റെയും നടുക്ക് നമ്മൾ ഫോർബിഡൻ എനർജി ബാൻഡ് ഗ്യാപ്പ് ഉണ്ട്. അതിൻ്റെ ഇടയ്ക്ക് വരുന്ന ഒരു പോയിൻ്റാണ് നമ്മൾ എന്ത് പറയുക? ഫെർമി ലെവൽ. അത് ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ ആണെന്നുണ്ടെങ്കിൽ ഫെർമി ലെവൽ എന്തായിരിക്കും? മിഡിൽ ഓഫ് ദ ഫോർബിഡൻ എനർജി ബാൻഡ് ഗ്യാപ്പ്. ഇലക്ട്രോൺസ് കാണുന്ന റീജിയനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫെർമി ലെവൽ എന്ന് പറയുന്നത്. ആ ഫെർമി ലെവൽ എന്ന് പറയുന്നത് ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ ആവുന്ന കേസിൽ മിഡിൽ ഓഫ് ദ ഫോർബിഡൻ എനർജി ബാൻഡ് ഗ്യാപ്പാണ്. ഇതാണ് ഒരു ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിൻ്റെ എനർജി ബാൻഡ് ഡയഗ്രാം. വാലൻസ് ബാൻഡ് ഉണ്ട്, കണ്ടക്ഷൻ ബാൻഡ് ഉണ്ട്, ഫോർബിഡൻ എനർജി ഗ്യാപ്പ് ഉണ്ട്, പിന്നെ എന്തും കൂടെ വരുന്നുണ്ട്? ഫെർമി ലെവലും കൂടെ വരുന്നുണ്ട്. ഇനി ഇവിടെ നമുക്ക് ഫോർബിഡൻ എനർജി ബാൻഡ് ഗ്യാപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ ആകുമ്പോൾ 0.72 ഇലക്ട്രോൺ വോൾട്ട് ഫോർ ജെർമേനിയം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേമാണ്. 0.72 ഇലക്ട്രോൺ വോൾട്ട് ഫോർ ജെർമേനിയം ആൻഡ് 1.1 ഇലക്ട്രോൺ വോൾട്ട് ഫോർ സിലിക്കൺ എന്നുള്ളത്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു കോവാലന്റ് ബോണ്ട് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ഇലക്ട്രോൺ ഫ്രീ ആവും. ആ സമയത്ത് അവിടെ ഒരു ഹോൾ ഫോം ചെയ്യുമെന്ന് പറഞ്ഞു. ആ ഉണ്ടാവുന്ന ഇലക്ട്രോൺ എന്ന് പറയുന്നത് ഫ്രീ ഇലക്ട്രോണാണ്. ഇനി ഈ ഇലക്ട്രോണും ഹോളും കൂടെ റീകോമ്പിനേഷനും നടക്കുന്നുണ്ട്. ഇവിടെ അതിൻ്റെ ജനറേഷൻ നടന്നു. ഇനി അത് തന്നെ എന്ത് ചെയ്യും? കോമ്പിനേഷനും നടക്കും. ഈ ഇലക്ട്രോൺ ഹോൾ പെയേഴ്സ് തമ്മിൽ കോമ്പിനേഷൻസ് നടക്കും. പിന്നെ നമ്മൾ പറഞ്ഞു ഒരു ഇലക്ട്രോൺ എപ്പോൾ ഫോം ചെയ്യുന്നു അതിന് അതേ സമയം തന്നെ അവിടെ എന്തും കൂടെ ഫോം ചെയ്യുന്നുണ്ട്? ഒരു ഹോളും കൂടെ ഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ ആണെന്നുണ്ടെങ്കിൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് എന്തിന് ഈക്വലാണ്? നമ്പർ ഓഫ് ഹോൾസിന് ഈക്വലാണ്. ഈ കോൺസെൻട്രേഷൻ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇൻട്രിൻസിക് കാരിയർ കോൺസെൻട്രേഷൻ. NI എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്യും. ഇൻട്രിൻസിക് കാരിയർ കോൺസെൻട്രേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേമാണ് ഇൻട്രിൻസിക് കാരിയർ കോൺസെൻട്രേഷൻ. ഇൻട്രിൻസിക് കാരിയർ കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഹോൾസ് ഇൻ ആൻ ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ. നമുക്ക് അടുത്ത് നോക്കാനുള്ളത് എങ്ങനെയാണ് ഹോള് കണ്ടക്ടിവിറ്റിയിൽ ഹെൽപ്പ് ചെയ്യണമെന്നുള്ളത്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഒരു എക്സ്റ്റേണൽ എനർജി കിട്ടുന്ന സമയത്ത് കോവാലന്റ് ബോണ്ട് ബ്രേക്ക് ചെയ്യും. കോവാലന്റ് ബോണ്ട് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇലക്ട്രോൺ അവിടെ റിലീസാവുമെന്ന് പറഞ്ഞു. ആ ഇലക്ട്രോൺ റിലീസായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? അവിടെ ഒരു ഹോള് ഫോം ചെയ്യും. ഇനി ആ ഹോളിലേക്ക് വേറൊരു ഇലക്ട്രോൺ എക്സ്റ്റേണൽ ഇലക്ട്രോൺ വരികയാണെന്നുണ്ടെങ്കിൽ ഇപ്പം എപ്പോഴും ഇലക്ട്രോൺ ഹോൾ കോമ്പിനേഷൻ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെയാണ് കണ്ടക്ഷൻ നടക്കുന്നത്. അപ്പം ആ ഹോളിലേക്ക് വേറൊരു ഇലക്ട്രോൺ വരുമ്പോൾ എന്താണെന്നുണ്ടാവുക? ആ ഇലക്ട്രോൺ എവിടെ നിന്നാണോ മൂവ് ചെയ്തത് അവിടെ ഒരു ഹോൾ ഫോം ചെയ്തിട്ടുണ്ടാവും. ഇനി ആ ഹോളിലേക്ക് വേറൊരു ഇലക്ട്രോൺ വരുന്ന സമയത്ത് എന്തുണ്ടായിരിക്കും? അവിടെ എഗെയിൻ ഒരു ഹോള് മൂവ് ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യും? ഹോൾസ് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്ന അതേ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ എന്ത് ചെയ്യും? ഹോള് മൂവ് ചെയ്തുകൊണ്ടിരിക്കും. അതാണ് ഈ ഫിഗറിൻ്റെ അകത്ത് എങ്ങനെ ഹോള് കണ്ടക്ടിവിറ്റിനെ ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഇപ്പം ഇവിടെ എ എന്ന് പറയുന്ന പോയിന്റിൽ ഒരു ഹോള് കാണിച്ചിട്ടുണ്ട്, ബിയിലൊരു ഹോള് കാണിച്ചിട്ടുണ്ട്, സിയിലൊരു ഹോള് കാണിച്ചിട്ടുണ്ട്, ദെൻ ഡിയിൽ ഹോള് കാണിച്ചിട്ടുണ്ട്, ഇയിലും ഹോള് കാണിച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് താഴെ മൂവ്മെൻറ്റ് ഓഫ് ഇലക്ട്രോൺ കാണിച്ചിട്ടുണ്ട്, അതേപോലെ തന്നെ മൂവ്മെൻറ്റ് ഓഫ് ഹോൾ എന്നും പറഞ്ഞ് തന്നിട്ടുണ്ട്. ഇപ്പോൾ നോക്കിയേ, നമ്മളിവിടെ ഓരോ ഹോള് ഫോം ചെയ്യുന്ന സമയത്ത് ഇവിടെ ഇലക്ട്രോണ് ഒരു നേരത്തെ അതേ ഡയഗ്രം തന്നെയാണ്. സിലിക്കണും അല്ലെങ്കിൽ ജെർമേനിയം ആറ്റംസ് എന്ന് പറയുമ്പോൾ വാലൻസ് ബാൻഡ് 4 ഇലക്ട്രോൺസ് ആണ് ഉണ്ടായിരിക്കുക. അത് ടെട്രാ വാലൻറ്റ് ആറ്റംസ് ആണ്. കോവാലന്റ് ബോണ്ട് ഫോം ചെയ്തു. ഒരു എക്സ്റ്റേണൽ എനർജി കിട്ടുന്ന സമയത്ത് അവിടെ എന്ത് ചെയ്യും? ഒരു ഇലക്ട്രോൺ റിലീസാവും. ഇലക്ട്രോൺ റിലീസാവുന്ന സമയത്ത് അവിടെ എന്ത് നടക്കും? ഒരു ഹോൾ അവിടെ ഫോം ചെയ്തു. ആ ഹോൾ ഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലേക്ക് എവിടെ നിന്ന് വന്നു? ഒരു ഇലക്ട്രോൺ ഇങ്ങോട്ടേക്ക് കയറി. ആ ഇലക്ട്രോൺ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഇവിടെ എഗെയിൻ ഒരു ഹോൾ ഫോം ചെയ്യും. ബിയിലൊരു ഹോൾ ഫോം ചെയ്തു. ആ ബിയിലേക്ക് സിന്ന് ഒരു ഇലക്ട്രോൺ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഇവിടെ സിയിൽ ഹോൾ ഫോം ചെയ്തു. സിയിലേക്ക് ഡിന്ന് ഒരു ഇലക്ട്രോൺ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്തു? ഡിയിലൊരു ഹോൾ ഫോം ചെയ്തു. ഇനി ഡിയിലേക്ക് ഇന്ന് ഒരു ഇലക്ട്രോൺ വന്നു കഴിഞ്ഞാൽ എന്തുണ്ടാവും? ഇതിലൊരു ഹോൾ ഫോം ചെയ്യും. എന്ന് വെച്ചാൽ ഇലക്ട്രോണിൻ്റെ മൂവ്മെൻറ്റിന് ഓപ്പോസിറ്റായിട്ട് ഹോൾസ് അവിടെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
നമുക്കറിയാം ഇലക്ട്രോണിൻ്റെ മൂവ്മെൻറ്റ് അനുസരിച്ച് എന്താണ് നടക്കുന്നുണ്ട്, കറണ്ട് ഫ്ലോ നടക്കുന്നുണ്ട്. കറണ്ട് ഫ്ലോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് നടക്കുന്നത്, കണ്ടക്ഷൻ നടക്കുന്നുണ്ട്. അതാണ് നമ്മൾ എന്ത് വെച്ച് പറയുന്നത്, ഇങ്ങനെ ഹോൾ ബേസ് ചെയ്തിട്ട് കണ്ടക്ഷൻ നടക്കണമെന്നുള്ളതാണ് നമ്മളിവിടെ പറയുന്നത്. അപ്പം കണ്ടക്ഷൻ പ്രോപ്പർട്ടി ഓഫ് എ സെമി കണ്ടക്ടർ ഡിപ്പെൻഡ് അപ്പോൺ വാലൻസ് ഇലക്ട്രോൺ. വാലൻസ് ഇലക്ട്രോണിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഒരു സെമി കണ്ടക്ടറിൻ്റെ കണ്ടക്ഷൻ പ്രോപ്പർട്ടി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഒരു വാലൻസ് ഇലക്ട്രോണിന് സഫീഷ്യൻ്റ് ആയിട്ടുള്ള എനർജി കിട്ടുന്ന സമയത്ത് എന്ത് ചെയ്യും, അത് അതിൻ്റെ പാരൻ്റ് ആറ്റത്തിൽ നിന്ന് കോവാലൻ്റ് ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട്, പാരൻ്റ് ആറ്റം എന്ന് പറയുന്നത് നമ്മൾ എന്തിനാണ് പാരൻ്റ് ആറ്റം, ഇതിനെയാണ് നമ്മൾ പാരൻ്റ് ആറ്റം എന്ന് പറയുന്നത്. എല്ലാം ഇതുപോലെ എല്ലാം വരുന്നത്, ഒരു എക്സാമ്പിൾ മാത്രം എടുത്തു, ഇതിനെയാണ് നമ്മൾ പാരൻ്റ് ആറ്റം എന്ന് പറയുന്നത്. ഈ സെൻറ്ററിൽ കാണുന്ന പോർഷൻ നമുക്ക് ന്യൂക്ലിയസ് ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ പാരൻ്റ് ആറ്റത്തിൽ നിന്ന് എന്ത് ചെയ്യും, എനർജി കിട്ടുന്ന സമയത്ത് ഇലക്ട്രോൺസ് അവിടെ നിന്ന് ലീവ് ചെയ്യും. ഇലക്ട്രോൺസ് ലീവ് ചെയ്യുന്ന സമയത്ത് അവിടെ എന്തുണ്ടാവും, ഇലക്ട്രോൺസ് ലീവ് ചെയ്ത് ഫ്രീ ഇലക്ട്രോൺ ആയിട്ട് മാറും. ആ സമയത്ത് അവിടെ എന്ത് ഫോം ചെയ്യും, ഒരു ഹോൾ ലീവ് ചെയ്യും. അപ്പോൾ ആ ഹോൾ ലീവ് ചെയ്യാന്ന് പറയുമ്പോൾ ഒരു ഇലക്ട്രോൺ അവിടെ നിന്ന് പോയപ്പം ഒരു ഹോൾ അവിടെ ഫോം ചെയ്തു, ഇലക്ട്രോൺ ഹോൾ പെയേഴ്സ് അവിടെ ഫോം ചെയ്തു. ഇതിനാണ് നമ്മൾ ഫ്രീ ചാർജ് കാരിയേഴ്സ് എന്ന് പറയുന്നത്. ഫ്രീ ചാർജ് കാരിയേഴ്സാണ് കണ്ടക്ഷനെ ഹെൽപ്പ് ചെയ്യുന്നത്. ദെൻ ജനറേഷൻ ആൻഡ് റീകോമ്പിനേഷൻ ഓഫ് കാരിയേഴ്സ്. ഇപ്പം നമ്മൾ ഫ്രീ ചാർജ് കാരിയേഴ്സ് എങ്ങനെ ഉണ്ടാവും എന്ന് പറഞ്ഞു. ഒരു എനർജി കിട്ടുന്ന സമയത്ത് കോവാലൻ്റ് ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് ഇലക്ട്രോൺസ് പാരൻ്റ് ആറ്റത്തിൽ നിന്ന് റിലീസ് ചെയ്യും. പാരൻ്റ് ആറ്റത്തിൽ നിന്ന് റിലീസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ഹോൾ ഫോം ചെയ്യും, ഇലക്ട്രോൺ ഹോൾ ഫോർമേഷൻ എന്ന് പറഞ്ഞു. ഇപ്പം ഈ എക്സ്റ്റേണൽ എനർജി എന്ന് പറയുമ്പം ടെമ്പറേച്ചർ കൂട്ടുന്ന കേസിൽ ഒരു എക്സ്റ്റേണൽ എനർജിയാണ് അവിടെ കിട്ടുന്നത്. ടെമ്പറേച്ചർ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇൻറ്റേർണൽ ഡിസ്റ്റർബൻസ് വരുന്ന സമയത്തും അതൊരു എനർജിയാണ് വരുന്നത്. ഇനി ഇതിൽ നമ്മൾ എക്സ്റ്റേണൽ വോൾട്ടേജ് നമ്മൾ കൊടുക്കുമ്പോഴും അപ്പോഴും എനർജിയാണ് കിട്ടുന്നത്. അപ്പം ഈ ഓരോ സമയത്തും എന്താണ് ഉണ്ടാകുന്നതാണ്, ഇലക്ട്രോൺ ഹോൾ പെയർ ജനറേഷനാണ് അവിടെ ഉണ്ടാകുന്നത്. ഇപ്പോൾ തെർമൽ അജിറ്റേഷൻ കോസ് ഇലക്ട്രോൺ ഹോൾ പെയർ ജനറേഷൻ. ഇനി ഈ ഇലക്ട്രോൺ ഹോൾ പെയർ ഡിസപ്പിയർ ഇന്ന് എപ്പോഴാണ്, റീകോമ്പിനേഷൻ. ഇലക്ട്രോൺ ഹോൾ പെയർ റീകോമ്പിനേഷൻ നടക്കണമെന്ന് നമ്മളവിടെ പറഞ്ഞു. ഇപ്പം ഒരു ഇലക്ട്രോൺസ് ലീവ് ചെയ്യുന്ന സമയത്ത് അവിടെ ഹോൾ ഉണ്ടാവുമെന്ന് പറഞ്ഞു. ആ ഹോളിലേക്ക് അടുത്ത ഇലക്ട്രോൺ വരുന്ന സമയത്ത് ആ ഇലക്ട്രോൺ ഹോൾ എന്താ അവിടെ നടക്കുന്നത്, റീകോമ്പിനേഷൻ നടക്കുകയാണ്. ആ റീകോമ്പിനേഷൻ നടക്കുന്ന സമയത്ത് ഒരു എനർജി അവിടെ റിലീസ് ചെയ്യും. ആ എനർജി റിലീസ് ചെയ്യുന്നത് ഹീറ്റായിട്ടോ ലൈറ്റായിട്ടോ ഒക്കെയാണ് എനർജി അവിടെ റിലീസ് ചെയ്യുക. അത് ഡിപ്പെൻഡ് ചെയ്യും, നമ്മുടെ ഏത് സെമി കണ്ടക്ടറാണോ അതിനനുസരിച്ചാണ് ഒന്നെങ്കിൽ ഹീറ്റ് അല്ലെങ്കിൽ ലൈറ്റ്. നമ്മുടെ അപ്ലിക്കേഷനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അത് വരുന്നത്. അപ്പം ഹീറ്റ് ഓർ ലൈറ്റ് ആയിട്ട് എന്ത് ചെയ്യും, അവിടെ എനർജി റിലീസ് ചെയ്യും ഇലക്ട്രോൺ ഹോൾ പെയർ റീകോമ്പിനേഷൻ നടക്കുന്ന സമയത്ത്. ഇനി ഈ ഹോൾ റീകോമ്പിനേഷൻ നടക്കുന്നതിന് മുന്നേ ഹോൾ എക്സിസ്റ്റ് ചെയ്യുന്ന ചെറിയൊരു സമയം ഉണ്ടായിരിക്കും, കുറച്ച് സമയത്തേക്ക് മാത്രമല്ല ഈ ഹോൾ അവിടെ ഉണ്ടാവുന്നത്. ആ ഹോൾ ഉണ്ടാവുന്ന ആ ടൈമിന് വിളിക്കുന്ന പേരാണ് മീൻ ലൈഫ് ടൈം എന്ന്. അപ്പം ദ ടൈം ഓഫ് എക്സിസ്റ്റൻസ് ഓഫ് ഹോൾ ബിഫോർ റീകോമ്പിനേഷൻ ഈസ് കോൾഡ് മീൻ ലൈഫ് ടൈം. അപ്പം ഇവിടെ നമ്മൾ ജനറേഷനും അതേപോലെ തന്നെ റീകോമ്പിനേഷനും പറഞ്ഞു. ജനറേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, എന്തെങ്കിലും ഒരു എക്സ്റ്റേണൽ എനർജി കിട്ടുന്ന സമയത്ത് അവിടെ ഇലക്ട്രോൺ ഹോൾ പെയർ ജനറേഷൻ ഉണ്ടാവും. ഇനി ഈ ഇലക്ട്രോൺ ഹോൾ പെയർ ഡിസപ്പിയർ ചെയ്യുന്നത് എങ്ങനെയാണ്, റീകോമ്പിനേഷൻ നടന്നിട്ട്. ആ റീകോമ്പിനേഷൻ നടന്ന് ഇലക്ട്രോൺ ഹോൾസ് പെയർ ഡിസപ്പിയർ ചെയ്യുന്ന സമയത്ത് അവിടെ എന്ത് റിലീസ് ചെയ്യും, ഒരു എനർജി റിലീസ് ചെയ്യും. ആ എനർജി എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ഹീറ്റാവും അല്ലെങ്കിൽ ലൈറ്റായിട്ടാണ് എനർജി റിലീസ് ചെയ്യുന്നത്. ഇനി ഈ എത്ര സമയത്തേക്കാണ് അവിടെ ഹോൾ എക്സിസ്റ്റ് ചെയ്യുന്നത്, ഇലക്ട്രോൺ വന്ന് ഹോൾ കമ്പൈൻ ചെയ്യുന്നതിന് തൊട്ട് മുന്നത്തെ സമയം വരെ ആ ഹോൾ എക്സിസ്റ്റ് ചെയ്യുന്ന ടൈമിനെയാണ് നമ്മൾ മീൻ ലൈഫ് ടൈം എന്ന് വിളിക്കുന്നത്. ഇത്രയാണ് നമുക്ക് ഏതിൻ്റെ അകത്ത് പഠിക്കാനുള്ളത്, ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിൻ്റെ അകത്ത് പഠിക്കാനുള്ളത്. ഇപ്പം നോക്കി എന്തൊക്കെയാണ് ഇപ്പം നമ്മൾ നോക്കിന്ന് ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ. അതിന് നമ്മൾ ആദ്യം സെമി കണ്ടക്ടർ എന്താണെന്ന് നോക്കി, ദെൻ സെമി കണ്ടക്ടർ നോക്കി. സെമി കണ്ടക്ടർ എന്ന് പറയുമ്പം കണ്ടക്ടിവിറ്റി ലൈസ് ബിറ്റ്വീൻ കണ്ടക്ടേഴ്സ് ആൻഡ് ഇൻസുലേറ്റേഴ്സ് എന്ന് പറയുന്നു. അതിൻ്റെ ഫോർബിഡൻ എനർജി ബാൻഡ് ഗ്യാപ്പ് എന്ന് പറഞ്ഞു. ദെൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെമി കണ്ടക്ടർ പറഞ്ഞു. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെമി കണ്ടക്ടർ എന്താണ്, ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ, എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ. ഇൻട്രിൻസിക് സെമി കണ്ടക്ടറാണ് ഇപ്പോൾ നമ്മൾ പഠിക്കുന്നത്. ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ എന്ന് പറയുമ്പോൾ സെമി കണ്ടക്ടർ ഇൻ പ്യുവർ ഫോം. പ്യുവർ ഫോം എന്ന് പറയുമ്പോൾ എന്താണ്, അവിടെ ഇമ്പ്യൂരിറ്റീസ് ഒന്നുമില്ല, പ്യുവർ സെമി കണ്ടക്ടർ ആറ്റംസ് മാത്രമേ അവിടെ ഉണ്ടാവുകയുള്ളൂ, ഇമ്പ്യൂരിറ്റീസ് ഒന്നും വരുന്നില്ല. ഇമ്പ്യൂരിറ്റീസ് ഉണ്ടാവുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും, അവിടെ അതിൻ്റെ പ്രോപ്പർട്ടീസ്, സെമി കണ്ടക്ടറിൻ്റെ പ്രോപ്പർട്ടീസ് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ സെമി കണ്ടക്ടർ പ്യുവർ ഫോമിലാണ് നമ്മൾ എന്ത് വിളിക്കുക, ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ എന്ന് വിളിക്കുന്നത്.
കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഇൻട്രിൻസിക് സെമി കണ്ടക്ടറാണ് സിലിക്കണും ജെർമേനിയം. അപ്പോൾ സിലിക്കൺ യൂസ് ചെയ്തിട്ടുള്ളതാണ് നമ്മളിവിടെ ഫിഗറിൽ കാണിച്ചിട്ടുള്ളത്. 4 വാലൻസ് ഇലക്ട്രോൺസ് ഉണ്ട്. കോവാലൻ ബോണ്ട് ഫോം ചെയ്യും. കോവാലൻ ബോണ്ട് ഫോം ചെയ്തിട്ടാണ് 8 ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺസിലേക്ക് എത്തുന്നത്. കോവാലൻ ബോണ്ട് ഫോം ചെയ്തു. ദെൻ അതിലെങ്ങനെ ഇലക്ട്രോൺസും ഹോൾസും ജനറേഷൻ നടക്കണമെന്നാണ് നമ്മൾ അടുത്ത് പറഞ്ഞത്. ഒരു എനർജി കിട്ടുന്ന സമയത്ത് ഇലക്ട്രോൺസ് പാരൻ്റ് ആറ്റിൽ നിന്ന് റിലീസാവും, ഒരു ഹോൾ അവിടെ ഫോം ചെയ്യും. ഇനി ഒരു ഹോള് ഇലക്ട്രോൺ ജനറേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ഹോളും ജനറേറ്റ് ചെയ്യും. അപ്പോൾ എന്താണ് അവിടെ അതിൻ്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് ഈക്വലാണ്. ആ ഈക്വൽ ആവുന്ന കേസിൽ അതിൻ്റെ ഫെർമി ലെവലിന് പറയുന്നത് എവിടെ ലൈ ചെയ്യുന്നത്? ബിറ്റ്വീൻ ദ ഫോർബിഡൻ എനർജി ബാൻഡ് ഗ്യാപ്പ്. ഇതാണ് എനർജി ബാൻഡ് ഡയഗ്രാം ഓഫ് ആൻ ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ. ദെൻ ഫോർബിഡൻ എനർജി ബാൻഡ് ഗ്യാപ്പ് എന്ന് പറയുന്നത് 0.72 ഇലക്ട്രോൺ വോൾട്ട് ഫോർ ജെർമേനിയം ആൻഡ് 1.1 ഇലക്ട്രോൺ വോൾട്ട് ഫോർ സിലിക്കൺ. ഇനി എങ്ങനെയാണ് ഈ ഹോളിൻ്റെ മൂവ്മെൻറ്റ് കണ്ടക്ഷൻ ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് നമ്മളിവിടെ പറയുന്നത്. ഇപ്പോൾ ഒരു എക്സ്റ്റേണൽ എനർജി കിട്ടുന്ന സമയത്ത് അല്ലെങ്കിൽ തെർമൽ എജിറ്റേഷൻ നടക്കുന്ന സമയത്ത് ഒരു ഇലക്ട്രോൺ റിലീസാവും പാരൻ്റ് ആറ്റിൽ നിന്ന്. ആ സമയത്ത് അവിടെ ഒരു ഹോള് ക്രിയേഷൻ നടക്കും. ആ ഹോളിലേക്ക് എഗെയിൻ അടുത്ത ഇലക്ട്രോൺസ് വന്ന് റീകോമ്പിനേഷൻ നടക്കുമ്പോൾ എഗെയിൻ ഒരു ഹോളും കൂടെ ഫോം ചെയ്യും. ആ ഹോൾ എന്ത് ചെയ്യും? ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. അതിനനുസരിച്ച് അവിടെ എന്താ നടക്കുന്നത്? കറൻറ്റിന് കണ്ടക്ഷനാണ് നടക്കുന്നത്. അപ്പോൾ ഈ കണ്ടക്ഷൻ പ്രോപ്പർട്ടി എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? വാലൻസ് ഇലക്ട്രോണിന് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഈ അതിനനുസരിച്ച് എനർജി കിട്ടുന്നതിനനുസരിച്ച് അവിടെ ഫ്രീ ചാർജ് കാരിയേഴ്സ് ഫോം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഫ്രീ ചാർജ് കാരിയേഴ്സ് ജനറേഷനും പറഞ്ഞു, ഒപ്പം അതിൻ്റെ റീകോമ്പിനേഷനും. ഈ റീകോമ്പിനേഷൻ നടക്കുന്നതിന് തൊട്ട് മുന്നത്തെ ഹോൾ എത്ര സമയം എക്സിസ്റ്റ് ചെയ്യുന്നു ആ ടൈമിനാണ് നമ്മൾ എന്ത് പറയുക? മീൻ ലൈഫ് ടൈം എന്ന് പറയുന്നത്. ഇത്രയും കാര്യമാണ് നമുക്ക് ഏതിൻ്റെ അകത്ത് പഠിക്കാനുള്ളത്? ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിൻ്റെ അകത്ത് പഠിക്കാനുള്ളത്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ നോക്കാം.